ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ അല്ലെങ്കിൽ മൾട്ടി വ്യൂ പ്രൊജക്ഷൻ എന്ന ടോപ്പിക്കാണ്. പേരിൽ നിന്ന് തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. മൾട്ടി വ്യൂ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിൻ്റെ ഒന്നിൽ കൂടുതൽ വ്യൂസ് അടങ്ങിയിട്ടുള്ള ഒരു ഡ്രോയിങ് മെത്തേഡാണ്. അപ്പോൾ എന്തിനാണ് നമ്മൾ ഈ മൾട്ടി വ്യൂ പ്രൊജക്ഷൻസ് വരയ്ക്കുന്നത്? ഒരു ഒബ്ജക്റ്റ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അതിന് പലതരത്തിലുള്ള സർഫേസുകൾ ഉണ്ടായിരിക്കും. സ്ട്രൈറ്റ് എഡ്ജസ് ഉണ്ടായിരിക്കാം, ഇൻക്ലൈൻഡ് എഡ്ജസ് ഉണ്ടായിരിക്കാം, കേർവ്ഡ് സർഫേസ് ഉണ്ടായിരിക്കാം, ഹോൾസ് ഉണ്ടായിരിക്കാം. അപ്പോൾ ഇത്തരം വ്യൂസ് എല്ലാം ഒരു 3 ഡയമെൻഷണൽ വ്യൂവിൽ നമുക്ക് എക്സാക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്യാൻ സാധിക്കില്ല. സോ ഒരു ഒബ്ജക്റ്റിൻ്റെ ഡീറ്റെയിൽ ഡ്രോയിങ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മൾട്ടി വ്യൂ പ്രൊജക്ഷൻ അല്ലെങ്കിൽ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മൾട്ടി വ്യൂ പ്രൊജക്ഷനകത്ത് നമ്മൾ ഡ്രോയിങ്ങിനെ ഒരു 2D പ്ലെയിനിലേക്ക് കൊണ്ടുവരികയും കൃത്യമായ ഡയമെൻഷൻ നമുക്ക് അവൈലബിൾ ആവുകയും അതോടൊപ്പം തന്നെ ഓരോ വ്യൂസിൻ്റെ കൃത്യമായ ഷേപ്പ് നമുക്കവിടെ ഐഡൻറ്റിഫൈ ചെയ്യാനും സാധിക്കും. സോ ഇതാണ് ഒരു മൾട്ടി വ്യൂ പ്രൊജക്ഷൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഒബ്ജക്റ്റിൻ്റെ ട്രൂ ഷേപ്പും ഡയമെൻഷനും നമുക്ക് അവൈലബിൾ ആവുന്നു എന്നുള്ളതാണ്. ദെൻ ഒരു എൻജിനീയറിംഗ് സ്റ്റുഡൻറ്റ് എന്ന നിലയ്ക്ക് നമുക്കറിയാം, ഒരു ഡ്രോയിങ് ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. ഇത്തരം കേസിനകത്ത് സ്റ്റുഡൻസിന് ഏറ്റവും കൂടുതൽ വേണ്ട കഴിവെന്ന് പറയുന്നത് വിഷ്വലൈസേഷനാണ്. ഒരു 3D ഒബ്ജക്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ വിവിധ ആംഗിളിൽ നിന്ന് നമ്മൾ കാണുന്നത് എങ്ങനെയായിരിക്കും എന്ന് മനസ്സിലാക്കുന്നതിനുള്ള ഒരു കഴിവ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഡ്രോയിങ്സ് വരയ്ക്കാൻ സാധിക്കുകയുള്ളൂ. സോ ഇത്തരത്തിലുള്ള ഡ്രോയിങ്സ് വരയ്ക്കുന്നതിൻ്റെ പ്രധാന ആവശ്യകതകൾ എന്ന് പറയുന്നത് ഡിസൈൻ ചെയ്യുന്ന കേസിനകത്ത്, എസ്റ്റിമേഷൻ ചെയ്യുന്ന സമയത്ത്, ദെൻ എക്സിസ്റ്റിംഗ് മോഡൽസ് മോഡിഫൈ ചെയ്യുന്ന സമയം, മെറ്റീരിയൽ റിക്വസിഷൻ, ടൂളിംഗ് ആൻഡ് പ്രൊഡക്ഷൻ പ്രോസസ്സ്, അസംബ്ലി ആൻഡ് ഇൻസ്പെക്ഷൻ, റിപ്പയറിംഗ് ആൻഡ് മെയിൻ്റനൻസ്, ഇങ്ങനെ പല സാഹചര്യങ്ങളിൽ നമുക്ക് ഈ ഒരു വിഷ്വലൈസേഷൻ കൺസെപ്റ്റിൻ്റെ ആവശ്യകത വരുന്നുണ്ട്. നോർമലി നമ്മൾ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ മെത്തേഡാണ് ഉപയോഗിക്കാറുള്ളത്. നമ്മൾ ഡ്രോയിങ് ഷീറ്റിനകത്തൊക്കെ ഈ സിമ്പിൾ കണ്ടുപരിചയം ഉണ്ടായിരിക്കും. ഇത് ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷൻ്റെ സിമ്പിളാണ്. ഒരു ഫ്രസ്റ്റം ഓഫ് കോണ്, ആ കോണിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ദെൻ ഒബ്ജക്റ്റിൻ്റെ സൈഡ് വ്യൂ, ലെഫ്റ്റ് സൈഡ് വ്യൂ ആണ്. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനകത്ത് വരയ്ക്കുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡ് വ്യൂ എലിവേഷൻ വ്യൂവിൻ്റെ റൈറ്റ് സൈഡിലായിട്ടായിരിക്കും നമ്മൾ വരയ്ക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു സ്കിമാറ്റിക് ഡയഗ്രാം കാണാൻ സാധിക്കും. ഇതൊരു ഒബ്ജക്റ്റ്. ഈ ഒരു ഒബ്ജക്റ്റിനെ ഡയറക്ഷൻ ഓഫ് ഫ്രണ്ട് വ്യൂ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഫ്രണ്ട് വ്യൂ. അപ്പോൾ ഈ ഒരു ഡയറക്ഷനിൽ നമ്മൾ നോക്കുമ്പോൾ കാണുന്ന വശങ്ങൾ ഏതെല്ലാമാണ്? അതാണ് ഇവിടെ റെഡ് കളറിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഒബ്ജക്റ്റിൻ്റെ ഫ്രണ്ട് വ്യൂ നമുക്ക് ഈസി ആയിട്ട് പ്രൊജക്റ്റ് ചെയ്ത് ഇവിടെ ഇങ്ങനെ വരച്ച് കാണിച്ചിരിക്കുന്നു. ദെൻ ഒബ്ജക്റ്റിൻ്റെ പ്ലാൻ വ്യൂ അല്ലെങ്കിൽ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിൽ നമ്മൾ നോക്കുമ്പോൾ കാണുന്ന എഡ്ജസ്, ആ വിസിബിൾ എഡ്ജസ് ഇവിടെ യെല്ലോ കളറിൽ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഈ യെല്ലോ കളറിലെ എഡ്ജസിനെ നമ്മൾ താഴത്തേക്ക് പ്രൊജക്റ്റ് ചെയ്താൽ നമുക്ക് ഒബ്ജക്റ്റിൻ്റെ ടോപ്പ് വ്യൂ അല്ലെങ്കിൽ പ്ലാൻ വ്യൂ ലഭിക്കും. ദെൻ ഒബ്ജക്റ്റിൻ്റെ സൈഡ് വ്യൂ, ഇപ്പോൾ നമ്മൾ ഒബ്ജക്റ്റിനെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന അതിൻ്റെ വ്യൂ നേരെ ഇവിടെ റൈറ്റ് സൈഡിൽ ബ്ലൂ കളറിലായിട്ട് കാണിച്ചിട്ടുണ്ട്. സിമിലർലി ഒബ്ജക്റ്റിൻ്റെ റൈറ്റ് സൈഡ് വ്യൂ, ഒബ്ജക്റ്റിനെ റൈറ്റ് സൈഡിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ കാണുന്ന വ്യൂ ഒബ്ജക്റ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതൊരു സിമ്പിൾ പ്രൊജക്ഷൻ മെത്തേഡാണ്. നമുക്കൊരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം. നമ്മൾ എക്സാമ്പിൾ വരയ്ക്കുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്നാമത്തെ കാര്യം ഏതാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ എന്നുള്ളത് നമ്മൾ ആദ്യം ഡിസൈഡ് ചെയ്യണം. നോർമലി ക്വസ്റ്റ്യനകത്ത് ഒരു ആരോ മാർക്കിട്ട് അത് കാണിച്ചിട്ടുണ്ടായിരിക്കും. രണ്ടാമത് നമ്മൾ നോക്കേണ്ട കാര്യം എത്ര നമ്പർ ഓഫ് വ്യൂസ് അല്ലെങ്കിൽ എത്ര കോമ്പിനേഷൻ ഓഫ് വ്യൂസ് നമുക്ക് വരയ്ക്കാനുണ്ട്. നോർമലി 2 വ്യൂസ് അല്ലെങ്കിൽ 3 വ്യൂസ് ആയിരിക്കും നമുക്ക് വരയ്ക്കാനുണ്ടായിരിക്കുക. എലിവേഷൻ വ്യൂ അല്ലെങ്കിൽ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്, സെക്കൻഡ് വൺ ടോപ്പ് വ്യൂ ഓർ പ്ലാൻ വ്യൂ, ആൻഡ് തേർഡ് വൺ ഈസ് ദ സൈഡ് വ്യൂ. ദെൻ മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒബ്ജക്റ്റിൻ്റെ ഓവറോൾ ഡയമെൻഷൻ എത്രയുണ്ട് എന്നുള്ളതാണ്. എന്നാൽ മാത്രം ആ ഡയമെൻഷൻസ് കൃത്യമായി അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഷീറ്റിനകത്ത് ആ ഒരു സ്പേസ് അലോക്കേഷൻ പോസിബിൾ ആവുകയുള്ളൂ. ദെൻ ഫോർത്ത് വൺ ഈസ് ദ സെലക്ഷൻ ഓഫ് സ്യൂട്ടബിൾ സ്കെയിൽ
ഡിപ്പെൻഡ് അപ്പോൺ ദ സൈസ് ഓഫ് ദ ഡ്രോയിങ്. ഡ്രോയിങ്ങിൻ്റെ സൈസിനനുസരിച്ച് നമ്മൾ സ്കെയിൽ സെലക്ട് ചെയ്യാം. നോർമലി നമുക്ക് 1:1 നമ്മൾ ഡ്രോയിങ് വരയ്ക്കാറുള്ളത്. ചില കേസിനകത്ത് ചില മെഷീൻ പാർട്സ് എക്സ്ട്രീംലി ലാർജ് ഡയമെൻഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അത്തരം കേസിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? സ്കെയിൽ റെഡ്യൂസ് ചെയ്ത് വരയ്ക്കേണ്ടി വരും. ദെൻ ഡ്രോയിങ് ഷീറ്റ് കൃത്യമായി ഡ്രോയിങ് ബോർഡിൽ പ്ലേസ് ചെയ്ത് നമുക്ക് കറക്റ്റ് ഡയമെൻഷൻസ് ഉപയോഗിച്ച് ഡ്രോയിങ് നീറ്റായിട്ട് ഷീറ്റിനകത്ത് വരയ്ക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ വിസിബിൾ എഡ്ജസ്, അതുപോലെ തന്നെ ഫോൾഡിങ് എഡ്ജസ് ഉണ്ടെങ്കിൽ അവ, ദെൻ ഇൻവിസിബിൾ ആയിട്ടുള്ള എഡ്ജസ്, സെൻട്രൽ ലൈൻസ് എല്ലാം കൃത്യമായി ടൈപ്സ് ഓഫ് ലൈൻസിനകത്ത് മെൻഷൻ ചെയ്ത പോലെ സ്യൂട്ടബിൾ ലൈൻസ് ഉപയോഗിച്ച് മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, ഒരു സ്ക്വയർ പ്രിസമാണ്. സ്ക്വയർ പ്രിസം എന്ന് പറയുമ്പോൾ ആ ഒരു പ്രിസത്തിൻ്റെ ഫേസ്, എൻഡ് ഫേസ് എന്ന് പറയുന്നത് സ്ക്വയർ ഷേപ്പിലായിരിക്കും. 4 വശങ്ങളും തുല്യമായിരിക്കും സ്ക്വയർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ നമുക്ക് ഈ റെഡ് കളർഡ് പോർഷനായിട്ട് കൺസിഡർ ചെയ്യാം. ഈ റെഡ് കളർഡ് പോർഷനിലാണ് നമ്മൾ ഒബ്ജക്റ്റിനെ നോക്കുന്നത്. സോ ഒബ്ജക്റ്റിനെ നോക്കുമ്പോൾ അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് 40 mm, ഹൈറ്റ് എന്ന് പറയുന്നത് 80 mm ആയിട്ട് കൺസിഡർ ചെയ്യാം. ഡ്രോയിങ്ങിനകത്ത് നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ ബേസ് 40 mm, ഹൈറ്റ് 80 mm, ഒരു റെക്റ്റാങ്കുലർ പോർഷൻ നമുക്ക് വിസിബിളായി. ദെൻ രണ്ടാമത് ഒബ്ജക്റ്റിൻ്റെ പ്ലാൻ വ്യൂ. അപ്പോൾ ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനാണ് നമ്മൾ വരയ്ക്കുന്നത്. എപ്പോഴും ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് XY ലൈനിൻ്റെ മുകൾ ഭാഗത്തായിരിക്കും ഉണ്ടായിരിക്കുക. പ്ലാൻ വ്യൂ എന്ന് പറയുന്നത് XY ലൈനിൻ്റെ നേരെ താഴെ എലിവേഷൻ്റെ താഴത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. സൈഡ് വ്യൂ, റൈറ്റ് സൈഡ് വ്യൂ ആണെങ്കിൽ എലിവേഷൻ വ്യൂവിൻ്റെ ലെഫ്റ്റ് സൈഡിലും, ലെഫ്റ്റ് സൈഡ് വ്യൂ ആണ് വരയ്ക്കുന്നതെങ്കിൽ എലിവേഷൻ വ്യൂവിൻ്റെ റൈറ്റ് സൈഡിലുമായിട്ടായിരിക്കും നമ്മൾ ഡ്രോ ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ പ്ലാൻ വ്യൂ വരയ്ക്കുന്നതിന് വേണ്ടി സ്ക്വയർ ഷേപ്പാണുള്ളത്. സോ എലിവേഷൻ വ്യൂവിനെ താഴത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തു, കറസ്പോണ്ടിങ് എഡ്ജിൻ്റെ ലെങ്ത്ത് നമുക്ക് കിട്ടി. ദെൻ 40 mm സ്ക്വയർ നമ്മളിവിടെ ഡ്രോ ചെയ്തു. ദെൻ ഇതൊരു സ്ക്വയർ പ്രിസം ആയതുകൊണ്ട് തന്നെ എലിവേഷൻ വ്യൂവും സൈഡ് വ്യൂവും സിമിലർ ആയിരിക്കും. സൈഡ് വ്യൂ വരയ്ക്കുന്നതിന് വേണ്ടി നേരെ ടുവേർഡ്സ് റൈറ്റിലേക്ക് പ്രൊജക്റ്റ് ചെയ്തു. ഈ ഗ്രീൻ കളറുള്ളതാണ് സൈഡ് വ്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ നമ്മൾ ഒബ്ജക്റ്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് വ്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എലിവേഷൻ വ്യൂവിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് സൈഡ് വ്യൂ വരയ്ക്കുന്നു. ഹൈറ്റ് 80 mm, ദെൻ ബേസ് സെയിം 40 mm. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഒരു സിമ്പിൾ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ച് ഡ്രോ ചെയ്ത് നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. വിഷ്വലൈസേഷൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത് കൃത്യമായിട്ടുണ്ടായിരിക്കണം. ഓരോ ഡയറക്ഷൻ ഓഫ് വ്യൂവും എങ്ങനെയാണ് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക, അതിനനുസരിച്ച് ഡ്രോയിങ്സ് കംപ്ലീറ്റ് ചെയ്യുക. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഐസോമെട്രിക് വ്യൂ ഓഫ് എ ഷാഫ്റ്റ് സപ്പോർട്ട് ഈസ് ഷോൺ ഇൻ ഫിഗർ. ഡ്രോ ദ ഫ്രണ്ട് വ്യൂ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ആരോ ആഡ് ടോപ്പ് വ്യൂ ആൻഡ് സൈഡ് വ്യൂ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാം ഏതാണ് നമ്മളെ ഫ്രണ്ട് വ്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ ആരോ മാർക്കിട്ട് കാണിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യനകത്ത്. ഡയറക്ഷൻ ഓഫ് ഫ്രണ്ട് വ്യൂ, ഇതാണ് ഫ്രണ്ട് വ്യൂ. ദെൻ T എന്ന് പറഞ്ഞ് ഡൗൺവേർഡ് കാണിച്ചിട്ട്, അതാണ് ടോപ്പ് വ്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ ഡ്രോയിങ് ഒന്നുകൂടി സിമ്പിളാക്കാൻ വേണ്ടി ഞാൻ ഇതിന് ജസ്റ്റ് കളറിങ് കൊടുത്തിട്ടുണ്ട്. ഈ ഡയറക്ഷനിൽ നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് ഈ ഒരു പോർഷനായിരിക്കും. ഓക്കെ, ആ പോർഷനെ ഞാനിവിടെ ഒരു ബ്ലൂ കളറിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ദെൻ ഈ ഒരു സൈഡിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഈ എൻഡിൽ നിന്നും ഈ ഒരു ടോപ്പ് മോസ്റ്റ് പൊസിഷൻ വരെയുള്ള ഹൈറ്റ് ഉണ്ടായിരിക്കും. ഈ കർവ്ഡ് പൊസിഷൻ ആയതുകൊണ്ടാണ് ജസ്റ്റ് ഒരു പോർഷനായിട്ട് കാണിച്ചിട്ടുള്ളത്. ആക്ച്വലി ഫ്രണ്ട് വ്യൂവിൽ ഈ ഹൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ മുതൽ ഈ ഒരു ടോപ്പ് മോസ്റ്റ് പൊസിഷൻ വരെയുള്ള ഹൈറ്റ് ഉണ്ടായിരിക്കും. ദെൻ രണ്ടാമത് ഒബ്ജക്റ്റിൻ്റെ ടോപ്പ് വ്യൂ. ഇവിടെ നിന്ന് ഈ ഡയറക്ഷനിൽ നോക്കുമ്പോൾ നമുക്ക് കാണുന്നത് എന്തായിരിക്കും? ഈ ഒരു റെക്റ്റാങ്കുലർ പോർഷൻ. ദെൻ സെൻട്രലായിട്ട് ഈ ഒരു പോർഷൻ നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു ഏരിയ ഞാനിവിടെ ഒരു ഗ്രീൻ കളറിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ദെൻ മൂന്നാമതായിട്ട് വരുന്ന വ്യൂ ആണ് സൈഡ് വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒബ്ജക്റ്റിനെ നമ്മൾ ഏത് സൈഡ് വ്യൂ ആണെങ്കിലും നമുക്ക് പ്രിഫർ ചെയ്യാം. ഇവിടെ നമുക്ക് വിസിബിൾ ആയിട്ടുള്ളത് ഒബ്ജക്റ്റിൻ്റെ ലെഫ്റ്റ് സൈഡ് വ്യൂ ആണ്. ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഒബ്ജക്റ്റിനെ നോക്കുമ്പോൾ കാണുന്നത്. അപ്പോൾ നമുക്ക് കാണുന്നത് ഈ ഒരു എഡ്ജ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു കർവ്ഡ് ആയിട്ടുള്ള ഈ ഒരു ഏരിയയും നമുക്ക് കാണാൻ സാധിക്കും. അതിവിടെ ഒരു ബ്രൗൺ കളറിൽ ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻസ് എങ്ങനെ വരയ്ക്കും എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇവിടെ കർവ്ഡ് ഷേപ്പുകളുണ്ട്, ഹോളുകളുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഡ്രോയിങ്ങിൽ കൃത്യമായി വരണം. ഫസ്റ്റ് ഓഫ് ഓൾ
നമ്മൾ ഒബ്ജക്റ്റിൻ്റെ ഓവറോൾ ഡയമെൻഷൻ എത്രയുണ്ടെന്നും ചെക്ക് ചെയ്ത് നോക്കാം. ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 140 mm. ദെൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഈ വിഡ്ത്ത് എന്ന് പറയുന്നത് ഈ ഒരു എൻഡ് മുതൽ ഈ എൻഡ് വരെ 25 mm സർക്കിളിൻ്റെ സെൻറ്ററിലേക്ക്. സോ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും 25 mm. അപ്പോൾ ടോട്ടൽ ഒരു പ്ലാൻ വ്യൂ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഈ ഒരു 50 mm ദെൻ ടോട്ടൽ 140 mm ആണ്. അപ്പോൾ ഡ്രോയിങ് വരയ്ക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ വളരെ തിന്നായിട്ട് രണ്ട് കോർഡിനേറ്റ് ലൈൻസുകൾ വരയ്ക്കുക. ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും. ഇപ്പോൾ വെർട്ടിക്കലായിട്ട് നമ്മുടെ സെൻട്രൽ ലൈൻ വരച്ചിട്ടുണ്ട്, ഹൊറിസോണ്ടലായിട്ടൊരു സെൻട്രൽ ലൈനും വരച്ചിട്ടുണ്ട്. ദെൻ അവിടെ നിന്ന് 10 mm മാറിയിട്ട് സൈഡ് വ്യൂ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ലൈനും ടുവേർഡ്സ് ഇവിടെയും 10 mm. ദെൻ എക്സ് വൈ ലൈനിൽ മുകളിലേക്കും 10 mm മാറി താഴത്തേക്കും 10 mm മാറിയിട്ട് ഒരു ഡിസ്റ്റൻസ് ലൈൻ മാർക്ക് ചെയ്തു. ഇതിങ്ങനെ മാർക്ക് ചെയ്യുന്നതിൻ്റെ ആവശ്യകത എന്ന് വെച്ചാൽ ഡ്രോയിങ് നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനും അതുപോലെ തന്നെ നീറ്റ്നെസ് ലഭിക്കുന്നതിനും വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മളെപ്പോഴും ഈ ഒരു എക്സ് വൈ ലൈനിൽ നിന്ന് പ്ലെയിനിനെ കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ ഡ്രോയിങ്സ് വരയ്ക്കുന്നത്. ആദ്യം നമുക്ക് കൺവീനിയൻസ് അനുസരിച്ച് ഏത് ഡ്രോയിങ് വേണമെങ്കിലും വരയ്ക്കാം. എലിവേഷൻ വ്യൂ വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം, പ്ലാൻ വ്യൂ വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം, സൈഡ് വ്യൂ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ പ്ലാൻ വ്യൂവിൽ നിന്നാണ് ഒബ്ജക്റ്റിൻ്റെ ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ആംഗിൾ പ്രൊജക്ഷനാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് പ്ലാൻ വ്യൂ എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ഈ ഒരു എക്സ് വൈ ലൈനിൻ്റെ താഴെ ഭാഗത്താണ് വരയ്ക്കാൻ പാടുള്ളൂ. ദെൻ ഇതിൻ്റെ നേരെ പ്രൊജക്ഷനായിട്ട് എക്സ് വൈ ലൈനിൻ്റെ മുകൾ ഭാഗത്ത് വേണം ഒബ്ജക്റ്റിൻ്റെ ഫ്രണ്ട് വ്യൂ വരയ്ക്കാൻ. ദെൻ ഈ പ്ലാൻ വ്യൂവിൻ്റെയും എലിവേഷൻ വ്യൂവിൻ്റെയും പ്രൊജക്ഷൻ എന്ന രീതിയിൽ നേരെ സൈഡിൽ വേണം നമ്മൾ സൈഡ് വ്യൂ വരയ്ക്കാൻ. അപ്പോൾ അതിനുള്ള സ്പേസ് കൃത്യമായിട്ട് അലോക്കേറ്റ് ചെയ്യാം. ഫ്രണ്ട് വ്യൂ വരയ്ക്കാൻ ഞാനിവിടെ സ്പേസ് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ അതുപോലെ തന്നെ സൈഡ് വ്യൂ വരയ്ക്കാനുള്ള സ്പേസ് ഞാനിവിടെ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. സോ പ്ലാൻ വ്യൂവിൽ ആദ്യം കാണുന്നത് ഈ മെയിൻ ആയിട്ടുള്ള ഈ പോർഷൻ ഞാനങ്ങ് വരച്ച് വെച്ചു. അതായത് 140 mm ലെങ്ത്തും 50 mm വിഡ്ത്തുമുള്ള ഒരു റെക്റ്റാങ്കുലർ പോർഷനായിട്ട് നമുക്ക് ഈ ഒരു ഗ്രീൻ ഏരിയ നമുക്ക് കാണുന്നത്. അതിവിടെ ഞാൻ ഡ്രോ ചെയ്തു. 140 mm ലെങ്ത്ത്, 50 mm വിഡ്ത്ത്. ഓക്കെ, പ്രൊജക്ഷൻ ലൈൻസ് വരച്ചു, ഡയമെൻഷൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ ഇനി നമ്മൾ ഈ ഒബ്ജക്റ്റിനകത്തേക്ക് നോക്കുമ്പോൾ ഈ ഒരു ഒബ്ജക്റ്റിനെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു എഡ്ജ് കാണാൻ സാധിക്കും. കറക്റ്റ് സെൻട്രലായിട്ട് 140യുടെ സെൻട്രലിലായിട്ട് ഒരു 20 mm. ഓക്കെ, ആ 20 mm ഞാനിവിടെ ഈ ഡ്രോയിങ്ങിനകത്ത് മാർക്ക് ചെയ്തു തിക്ക് ലൈനായിട്ട്. കാരണം മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഈ രണ്ട് എഡ്ജസ് നമുക്ക് വിസിബിൾ ആണ്. അതുകൊണ്ട് തിക്ക് ലൈനായിട്ട് ആ രണ്ട് എഡ്ജസ് ഞാനിവിടെ മാർക്ക് ചെയ്തു. ദെൻ ഇവിടെ ഒരു കട്ടിങ് വരുന്നുണ്ട്. 20 mm ഇവിടെ സ്റ്റെപ്പ്ഡ് പോർഷൻ വരുന്നുണ്ട്. ഓക്കെ, അത് നമുക്ക് ഒരിക്കലും മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് ഹിഡൻ ആയിട്ടുള്ള എഡ്ജ് ആയതുകൊണ്ട് ആ 20 mm ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 20 mm മാറിയിട്ട് അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും 20 mm മാറിയിട്ട് രണ്ട് ഡാഷ്ഡ് ലൈൻ. ഓക്കെ, അപ്പോൾ ഡാഷ്ഡ് ലൈൻ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാറുള്ളത് ഹിഡൻ എഡ്ജസിനെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ആ ഒരു പോർഷൻ ഞാനിവിടെ മാർക്ക് ചെയ്തു. ദെൻ ഡ്രോയിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇനി ടോപ്പ് വ്യൂവിൽ നമുക്ക് എന്തെല്ലാമാണ് എഡ്ജസ് ആണുള്ളത്. ഇവിടെ ഈ ഒരു പോർഷൻ്റെ ഉൾഭാഗത്ത് ഇവിടെ ഒരു ഹോൾ ഉണ്ട്. ഈ ഹോളിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 26 mm. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ 26 mm ഡയമീറ്ററിലൊരു ഹോള് അത് നമുക്ക് മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കില്ല ഇവിടെ. കാരണം ഈ വിസിബിൾ എഡ്ജാണ് നമുക്ക് കാണാം. ഇതിനകത്ത് ഇവിടെ ഹോൾ ഉണ്ട് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി ഡാഷ്ഡ് ലൈനായിട്ട് 26 mm ഡിസ്റ്റൻസ് സെൻട്രലിൽ നിന്ന് ഇങ്ങോട്ടേക്കും 13, അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലേക്കും 13 mm ഡയമെൻഷൻസ് എടുത്ത് ഡാഷ് ലൈനായിട്ട് ഇവിടെ മാർക്ക് ചെയ്തു. കാരണം ഇതൊരു ഹോൾ ഉണ്ട് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി. അതുപോലെ തന്നെ മുകളിൽ നിന്ന് നമുക്ക് നോക്കുമ്പോൾ ഇവിടെയും രണ്ട് ഹോളുകൾ കാണുന്നുണ്ട്. ഈ ഹോളിൻ്റെ പൊസിഷനിങ് എങ്ങനെയാണ്? ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 25 mm മാറിയിട്ട്, അതായത് ഈ ഒരു സ്ക്വയറിൻ്റെ ഈ ഒരു റെക്റ്റാങ്കിൾ പോർഷൻ്റെ നടുവിലാണ് ഉള്ളത്. സിമിലർലി എഡ്ജിൽ നിന്ന് 40 mm ഇങ്ങോട്ടേക്ക് മാറിയിട്ട് ടുവേർഡ്സ് റൈറ്റിലേക്ക്. അപ്പോൾ ഈ ഒരു എഡ്ജിൽ നിന്ന് 40 mm ഇങ്ങോട്ടേക്ക് മാറി ഈ ഒരു റെക്റ്റാങ്കിൾ പോർഷൻ്റെ സെൻട്രലായിട്ട് രണ്ട് സർക്കിൾസ് ഹോള്. ആ ഹോളിൻ്റെ ഡയമെൻഷൻ നമുക്കറിയാം 2 × dia16. ഇവിടെ 2 × dia16 എന്ന് പറയാൻ കാരണം എന്താണ്? ഇവിടെ സെയിം ഡയമീറ്ററിലുള്ള രണ്ട് ഹോളുകളുണ്ട്. ഓക്കെ, രണ്ട് ഹോളുകൾ ഉള്ളത് കൊണ്ടാണ് ഒറ്റ ഡയമെൻഷനിൽ തന്നെ ഡയമെൻഷൻ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് 2 × 516 എന്ന് മാർക്ക് ചെയ്തത്. ഓക്കെ, അപ്പോൾ കറസ്പോണ്ടിങ് രണ്ട് ഹോൾസ് ഇവിടെ ഡ്രോ ചെയ്തു. ഈ ഹോൾസ് ഡയമീറ്റർ കുറവായുള്ള ഹോളാണ്. അപ്പോൾ നമുക്ക് സർക്കിൾ വരയ്ക്കുന്നതിന് വേണ്ടി കോമ്പസ് കൊണ്ട് വരയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് പ്രോ സർക്കിൾ ഉപയോഗിച്ചും ഡ്രോയിങ് വരയ്ക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പ്രധാനമായിട്ടുമുള്ള പ്ലാൻ വ്യൂവിൽ കാണുന്ന വിസിബിളായിട്ടുള്ള ഭാഗങ്ങൾ.
ഈ ഒരു റെക്റ്റാങ്കുലർ പോർഷൻ, ദെൻ 2 ഹോളുകൾ, ഈ ഒരു 20 mm പോർഷൻ, ഇവിടെ കാണുന്ന ഹോൾ ഡോട്ടഡ് ആയിട്ട് നമുക്ക് വിസിബിൾ അല്ല. സിമിലർലി ബോട്ടം എഡ്ജിൽ വരുന്ന ഈ 2 എഡ്ജസ് അതും നമുക്ക് വിസിബിൾ അല്ല, അതും ഡോട്ടഡ് ലൈനായിട്ട്. ഇനി നമുക്ക് ഒബ്ജക്റ്റിൻ്റെ എലിവേഷൻ വ്യൂ അല്ലെങ്കിൽ ഫ്രണ്ട് വ്യൂ എങ്ങനെയാണെന്ന് നോക്കാം. ഫ്രണ്ട് വ്യൂ നമ്മൾ ഈ ബ്ലൂ കളറിൽ കാണുന്ന ഭാഗമാണ് ഫ്രണ്ട് വ്യൂ ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ലെങ്ത് എന്ന് പറയുന്നത് ഓൾറെഡി അണ്ടർസ്റ്റുഡ് ആണ്, 140 mm. ഈ എഡ്ജ് നേരെ മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്തു, ഈ എഡ്ജ് മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്തു. എക്സ് വൈ ലൈൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഡ്രോയിങ് വരയ്ക്കാം. ദെൻ ഒരു എഡ്ജിൽ നിന്ന് ഇങ്ങോട്ടേക്ക് 20 mm, ഈ എഡ്ജിൽ നിന്ന് 20 mm. ഹൈറ്റ് ഇവിടെ 10 mm. ഓക്കെ, 10 mm മുകളിലേക്ക് ഒരു ഹൈറ്റിൽ കട്ടിങ്. സോ 20 mm 10 mm ഹൈറ്റ്. ഓക്കെ, ഇങ്ങനെ ഈ ഒരു പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഹൈറ്റ് ഇവിടെ 30 mm എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 30 mm. ദെൻ ടുവേർഡ്സ് റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് ഈ ഒരു സെൻറ്റർ പോർഷൻ വരയ്ക്കാം. മിഡിലായിട്ട് 20 mm ഗ്യാപ്പിൽ മുകളിലേക്കുള്ള പ്രൊജക്ഷൻ, ഈ കാണുന്ന ഏരിയ. അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ഇവിടെ ഒരു കർവ്ഡ് ഏരിയ ആണ്. ഇവിടെ ഒരു കർവ് വരുന്നുണ്ട്, ഇവിടെയും ഒരു കർവ് വരുന്നുണ്ട്. കർവിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 5 mm ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ റെക്റ്റാങ്കിൾ ജസ്റ്റ് ജോയിൻ ചെയ്തതിന് ശേഷം പ്രോ സർക്കിൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ സ്മൂത്തായിട്ടൊരു കർവ് വരയ്ക്കാം, റേഡിയസ് 5 സർക്കിൾ എടുത്തിട്ട്. അതേപോലെ തന്നെ ഇവിടെയും പ്രോ സർക്കിൾ ഉപയോഗിച്ച് നമുക്ക് കർവ് വരയ്ക്കാം. ദെൻ അതിനുശേഷം ഈ ഒരു വെർട്ടിക്കൽ ഹൈറ്റ് എത്രയാണ് എന്നുള്ളതാണ്. ഇവിടെ ഡ്രോയിങ്ങിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഈ ഒരു ആർക്കിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 25 mm ആണ്. മുകളിലേക്കുള്ള റേഡിയസ് എന്ന് പറയുന്നത് 25 mm ആണ്. സോ ഇവിടുന്ന് ഈ സെൻറ്ററിൽ നിന്ന് താഴത്തേക്കുള്ള ഹൈറ്റ് നമ്മൾ 25 ആയിട്ട് അസ്യൂം ചെയ്യുന്നു. നമ്മൾ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, എന്തെങ്കിലും കേസിൽ നമുക്ക് ഡയമെൻഷൻസ് മിസ്സിംഗ് ആണെങ്കിൽ നമ്മളവിടെ അപ്രോപ്രിയേറ്റ് ഡയമെൻഷൻ അസ്യൂം ചെയ്ത് വേണം ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പോൾ ഈ ഒരു ഡ്രോയിങ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസും ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസും ആൾമോസ്റ്റ് സിമിലർ ആണ്. അതുകൊണ്ട് നമുക്കിത് 25 എന്ന് അസ്യൂം ചെയ്യാം. അതായത് ഈ ഒരു കർവ്ഡ് എഡ്ജിൽ നിന്നും ഈ സർക്കിളിൻ്റെ സെൻറ്ററിലേക്കുള്ള ഹൈറ്റ് 25, ദെൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 25. അപ്പോൾ ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് 50 mm ആയിട്ട് വരും. സോ ഇവിടെ നിന്ന് ഇവിടേക്കുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് 50 mm. ഓക്കെ, ഇത്രയും പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഇതിനകത്ത് ഹിഡൻ ആയിട്ട് വരുന്ന എന്തെങ്കിലും എഡ്ജസ് ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ഹിഡൻ ആയിട്ട് വരുന്ന എഡ്ജസ് ഏതൊക്കെയാണ്? ഒന്ന്, ഇവിടെ ഈ ഹോളുണ്ട്, ഈ ഹോള് 2 ഹോളുകളുണ്ട്. ആ 2 ഹോളുകളും ഞാൻ കേട്ടോ ഈ എലിവേഷൻ വ്യൂവിനകത്ത് ഡാഷ് ലൈനായിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇത് ഹോളിൻ്റെ സെൻട്രൽ ലൈൻ. നമുക്ക് ഇവിടുന്ന് നേരെ മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്താൽ മതി. ഹോളിൻ്റെ എഡ്ജിൽ നിന്ന് നേരെ മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ 2 ഹോളുള്ള പോർഷൻ നമുക്കിവിടെ ഡോട്ട് ലൈനായിട്ട് കാണിക്കാൻ പറ്റും. ഇവിടെ അതുപോലെ തന്നെ മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്തു. ദെൻ ഇവിടെ കാണുന്ന ഈ ഒരു ഹോള് ഡയമീറ്റർ 26 mm ഉള്ള ഹോൾ, സെൻട്രലിൽ നിന്ന് 13 mm മുകളിലേക്കും 13 mm താഴത്തേക്കും മാറ്റി ഡോട്ടർ ലൈനായിട്ട് നമുക്ക് ഒബ്ജക്റ്റിൻ്റെ ആ ഒരു ഹോൾഡ് പോർഷൻ ഡോട്ടർ ലൈനായിട്ട് അല്ലെങ്കിൽ ഡാഷ് ലൈനായിട്ട് അവിടെ കാണിച്ചു. പ്രത്യേകം ശ്രദ്ധിക്കുക, ഡാഷ് ലൈൻ നമ്മൾ ഹിഡൻ ഒബ്ജക്റ്റുകളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. സെൻട്രൽ ലൈൻ വരയ്ക്കുന്നതിന് നമ്മൾ ചെയിൻ ലൈനാണ് ഇവിടെ ഉപയോഗിക്കുക. കണ്ടോ, ഇവിടെ സെൻട്രൽ ലൈൻ വരച്ചെന്ന് ഒരു വലിയ വര, ചെറിയ വര. അപ്പോൾ ഇങ്ങനത്തെ ചെയിൻ ലൈൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സെൻട്രൽ ലൈൻസ് മാർക്ക് ചെയ്യുക. ഡാഷ് ലൈൻ ഉപയോഗിച്ച് നമ്മൾ ഹിഡൻ എഡ്ജസ് മെൻഷൻ ചെയ്യും. ദെൻ തിക്ക് ലൈൻ ഉപയോഗിച്ച് വിസിബിൾ എഡ്ജസ് നമ്മൾ കാണിക്കുന്നു. ഇനി നമുക്ക് നോക്കാം ഏതൊക്കെ എഡ്ജസ് ആണുള്ളത്. മൂന്നാമതായിട്ട് വരുന്നത് ഒബ്ജക്റ്റിൻ്റെ സൈഡ് വ്യൂ. അപ്പോൾ സൈഡ് വ്യൂ വരയ്ക്കുന്നതിന് വേണ്ടി നമുക്ക് ഡയമെൻഷൻസ് നോക്കാം. ഇവിടെയുള്ള വെർട്ടിക്കൽ പ്ലെയിനിൽ നിന്ന് 10 mm മാറിയിട്ടാണ് ഡ്രോയിങ് വരയ്ക്കുന്നത്. വിസിബിളായിട്ടുള്ള എഡ്ജസ്, ഈ എഡ്ജിൻ്റെ സൈസ് എത്രയാണ്? 25 + 25, ടോട്ടൽ ഈ എഡ്ജ് 50 mm. അത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്താലും മതി. ഈ എഡ്ജിൽ നിന്ന് ഇങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്തു, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്ത് വന്നു. അപ്പോൾ ഇവിടെ ടോട്ടൽ 50 mm. ഹൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് നേരെ എലിവേഷൻ വ്യൂ എന്ന് പ്രൊജക്റ്റ് ചെയ്യാം, മാക്സിമം ഹൈറ്റ് ഇതുവരെ. ദെൻ നമുക്ക് ഇതിൻ്റെ വിസിബിൾ എഡ്ജസ്സുകൾ നോക്കാം. ഒന്ന്, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്ന് ഇവിടെ ഒരു കട്ടിങ് വരുന്നുണ്ട്. ആ കട്ടിങ് ആണ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പ്രൊജക്റ്റ് ചെയ്ത് ഇവിടെ വരച്ചിട്ടുള്ളത്. ദെൻ രണ്ടാമത് നമുക്ക് കാണുന്നത് ഈ ഒരു കർവ്ഡ് ഏരിയ. സോ ഇവിടെ നിന്ന് 25 mm മുകളിലേക്ക് എടുത്തു, ഒരു സെൻട്രൽ പോയിൻ്റ് ഫൈൻഡ് ഔട്ട് ചെയ്തു, അവിടെ നിന്ന് 25 mm റേഡിയസിൽ സെമി സർക്കിൾ വരച്ചു.
ദെൻ ഇതിനകത്ത് സെൻട്രലായിട്ട് സർക്കിളിൻ്റെ ഡയമെൻഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ഡയമീറ്റർ 26 mm. സോ 30 mm റേഡിയസ് എടുത്ത് ഉൾഭാഗത്തുള്ള സർക്കിളും വരച്ചു. ഇത്രയും ഭാഗമാണ് നമുക്ക് ഡയറക്റ്റായിട്ട് വിസിബിൾ ആവുന്നത്. ഒന്ന് ഈ എഡ്ജും ദെൻ ഈ കർവ്, ഈ ഒരു പോർഷനും ഈ ഒരു ഹോളും. ദെൻ ഇതിനകത്ത് ഇനി വിസിബിൾ അല്ലാത്ത ഹിഡൻ എഡ്ജുകൾ ഉണ്ടായിരിക്കും. ഇവിടെ നോക്കുമ്പോൾ ഈ ഹോളിൻ്റെ പോർഷൻ നമുക്ക് വിസിബിൾ അല്ല. ദെൻ ഇവിടെ ഒരു കട്ടിങ് വരുന്നുണ്ട്, അത് നമുക്ക് വിസിബിൾ അല്ല. അത്തരം വിസിബിൾ അല്ലാത്ത എഡ്ജസ് നമുക്ക് ഡാഷ് ലൈനായിട്ട് ഡ്രോയിങ്ങിനകത്ത് കാണിക്കാം. ഒന്നാമത് വരുന്നത് ഈ ഒരു കട്ടിങ്, ആ ഒരു കട്ടിങ് എഡ്ജ് നേരെ ഇവിടെ പ്രൊജക്റ്റ് ചെയ്തിട്ട് ഡാഷ് ലൈനായിട്ട് ഇവിടെ കാണിച്ചു. രണ്ടാമത് വരുന്നത് ഇവിടെ കാണുന്ന ഈ ഒരു ഹോള്, ഒബ്ജക്റ്റിൻ്റെ സെൻട്രലായിട്ട് ഈ ഒരു ഹോൾഡ് പോർഷൻ ഡാഷ് ലൈനായിട്ട് കാണിച്ചു. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് പ്രധാനമായിട്ടും സൈഡ് വ്യൂവിൽ വരുന്നത്. നമ്മൾ ഒബ്ജക്റ്റിൻ്റെ പ്ലാൻ വ്യൂ വരച്ചു, എലിവേഷൻ വ്യൂ വരച്ചു, സൈഡ് വ്യൂ വരച്ചു, പ്രോപ്പറായിട്ട് ഡയമെൻഷനിങ്ങും പ്രൊവൈഡ് ചെയ്തു. ഇങ്ങനെയാണ് നമുക്ക് ഒബ്ജക്റ്റിനെ ഒരു ഓർത്തോഗ്രാഫിക് വ്യൂ അല്ലെങ്കിൽ മൾട്ടി വ്യൂ നമുക്ക് വരയ്ക്കാൻ സാധിക്കും. ഇതായിരുന്നു നമ്മുടെ ഗിവൺ ക്വസ്റ്റ്യൻ, ഐസോമെട്രിക് വ്യൂ എന്ന് പറയുന്നത്. ഈ ഐസോമെട്രിക് വ്യൂവിനെ ബേസ് ചെയ്തിട്ട് ഒബ്ജക്റ്റിൻ്റെ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ ആൻഡ് പ്ലാൻ വ്യൂ. വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഡ്രോയിങ് നന്നായിട്ട് വരയ്ക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.